Good morning, children. I hope all of you are fine. Have you studied the question answers? In our last class, we have discussed why do we need elections. And after that, we have learned about the minimum conditions needed for a democratic election. Our next subtopic is it good to have political competition? Elections are thus all about political competition. This competition takes various forms. The most obvious form is the competition among political parties. At the constituency level, it takes the form of competition among several candidates. If there is no competition, elections will become pointless. ഇപ്പോൾ ഇലക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്നതാ പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ ആണ്. അപ്പോൾ ഈ കോമ്പറ്റീഷൻ നമ്മൾ സാധാരണഗതിയിൽ എപ്പോഴും കാണുന്നത് കോമ്പറ്റീഷൻ എമംഗ് പൊളിറ്റിക്കൽ പാർട്ടീസ്, അതായത് പൊളിറ്റിക്കൽ പാർട്ടികളുടെ ഇടയിലുള്ള കോമ്പറ്റീഷനായിട്ടാണ് ഇലക്ഷനെ പലപ്പോഴും നമുക്ക് തോന്നുന്നത്. കോൺസ്റ്റിറ്റ്യുവൻസി ലെവലിൽ നോക്കിക്കഴിഞ്ഞാലും എന്താണ് കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറഞ്ഞാൽ our country is divided into different areas for purposes of elections. These areas are called electoral constituencies. നമ്മുടെ രാജ്യത്തെ ഇലക്ഷൻ പർപ്പസിന് വേണ്ടി പല ഏരിയാസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഏരിയാസിനെ പറയുന്ന പേരാണെന്ത്? കോൺസ്റ്റിറ്റ്യുവൻസി. അപ്പോൾ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നോക്കുമ്പോൾ ഈ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് പല കാൻഡിഡേറ്റ്സ് തമ്മിലുള്ള മത്സരമായിട്ട് മാറാറുണ്ട്. അതേപോലെ ഈ കോമ്പറ്റീഷൻ ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞ ഇലക്ഷൻസ് എന്ന് പറയുന്നത് പോയിന്റ്ലെസ് ആണെന്നാണ് പറയുന്നത്. An electoral competition has many demerits. അപ്പോൾ ഇലക്ട്രൽ കോമ്പറ്റീഷന് പല ഡീമെറിറ്റ്സും ഉണ്ട്. ഇറ്റ് ക്രിയേറ്റ്സ് എ സെൻസ് ഓഫ് ഡിസ്യൂണിറ്റി ആൻഡ് ഫാക്ഷണലിസം ഇൻ എവറി ലൊക്കാലിറ്റി. അപ്പോൾ ഫസ്റ്റ് ഡീമെറിറ്റ് ഓഫ് ഇലക്ട്രൽ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ എന്നതാ? ഇറ്റ് ക്രിയേറ്റ്സ് എ സെൻസ് ഓഫ് ഡിസ്യൂണിറ്റി. ഡിസ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു യൂണിറ്റി ഇല്ലായ്മ, അല്ലെങ്കിൽ ആൾക്കാർ തമ്മിൽ ഒരു ഐക്യതയില്ലായ്മ ഉണ്ടാക്കുന്ന ഒന്നാണ് ഇത് പറയുന്നത് ഇലക്ട്രൽ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ സെക്കൻഡ് തിങ്, ഇറ്റ് ക്രിയേറ്റ്സ് എ സെൻസ് ഓഫ് ഫാക്ഷണലിസം. ഒരു വിഭാഗീയത ഉണ്ടാക്കും. ഇത് രണ്ടും എങ്ങനെയാണ് ഉണ്ടാവുന്നത്? നമുക്കറിയാം, ഓരോ ഏരിയയിലും താമസിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഡിഫറെൻറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ആക്റ്റീവ് മെമ്പേഴ്സോ ഫോളോവേഴ്സോ ആയിരിക്കും, അല്ലേ? അപ്പോൾ ഇവരുടെ ചിന്താഗതികളും ആശയങ്ങളും തമ്മിൽ വ്യത്യസ്തതകൾ കാണും. അപ്പോൾ ഇലക്ഷൻ്റെ ടൈം വരുമ്പോഴത്തേന് ഓരോ ആൾക്കാർ, ഇപ്പം ഞങ്ങൾ BJPയുടെ അനുഭാവികൾ, അല്ലെങ്കിൽ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഭാവികൾ, അല്ലെങ്കിൽ ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയുടെ അനുഭാവികൾ, അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ, ഇങ്ങനെ പറഞ്ഞിട്ട് ഓരോ ആൾക്കാരും വ്യത്യസ്ത ഗ്രൂപ്പിലേക്ക് മാറും. ഏത് സമയമാകുമ്പോഴേ? ഇലക്ഷൻ്റെ സമയമാകുമ്പോൾ. അത്രയും നാളും എല്ലാവരും ഒരുപോലെ ആയിരിക്കും. പക്ഷേ ഇലക്ഷൻ പീരീഡ് ആകുമ്പോഴത്തേന് കൃത്യമായിട്ട് എന്ത് ചെയ്യും? ആൾക്കാർ ഓരോ ചേരിയിലേക്ക് മാറും, ഓരോ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ലേബലിലേക്ക് മാറും, അല്ലേ? അങ്ങനെയാണ് ഈ ഡിസ്യൂണിറ്റിയും ഫാക്ഷനലിസം ഓരോ ലൊക്കാലിറ്റിയിലും ഉണ്ടാവുന്നത്. You would have heard of people complaining of party politics in your locality. Different political parties and leaders often level allegations against one another. അതോടൊപ്പം തന്നെ ഓരോ പൊളിറ്റിക്കൽ പാർട്ടികളും അവരുടെ ലീഡേഴ്സും എന്ത് ചെയ്യാറുണ്ട്? മറ്റുള്ള പാർട്ടിക്കാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് അലിഗേഷൻസ് പറയാറുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ അവരെ വിമർശിക്കാറുണ്ട്, അല്ലെങ്കിൽ അവർ കാണിക്കുന്ന കാര്യങ്ങളെയൊക്കെ എന്താ പറയുന്നത്, കുറ്റാരോപണം നടത്താറുണ്ട്. പാർട്ടീസ് ആൻഡ് കാൻഡിഡേറ്റ്സ് ഓഫൺ യൂസ് ഡേർട്ടി ട്രിക്സ് ടു വിൻ ഇലക്ഷൻസ്. ഇതൊന്നും കൂടാതെ തന്നെ പാർട്ടീസും കാൻഡിഡേറ്റ്സും എന്ത് ചെയ്യാറുണ്ട്? ദേ യൂസ് ഡേർട്ടി ട്രിക്സ് ടു വിൻ ഇലക്ഷൻ. ഇലക്ഷന് ജയിക്കാൻ വേണ്ടി പല ഡേർട്ടി ട്രിക്സ് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ നേരത്തെ മെക്സിക്കോയിലെ അല്ലെങ്കിൽ സിംബാബ്വേയിലെ ഒക്കെ പറഞ്ഞതുപോലെ പാർട്ടികൾ എന്ത് ചെയ്യണം? തെറ്റായിട്ടുള്ള മാർഗങ്ങളിലൂടെ ഇലക്ഷനിൽ ജയിക്കാനായിട്ട് അതിന് ശ്രമിക്കാറുണ്ട്. Some people say that this pressure to win electoral fights does not allow sensible long-term policies to be formulated. ചില ആൾക്കാർ പറയുന്നത് എന്താ? ഈ ഇലക്ട്രൽ ഫൈറ്റ്സിൽ ജയിക്കാൻ വേണ്ടി നടത്തുന്ന ഈ പ്രഷർ എന്ന് പറയുന്നത് ഒരിക്കലും ലോങ് ടേം പോളിസികൾ ഫോമുലേറ്റ് ചെയ്യാനായിട്ട്, അതായത് രാജ്യത്തിന് ഗുണപ്രദമായിട്ടുള്ള രീതിയിലുള്ള നീണ്ട കാലയളവിലേക്കുള്ള പോളിസികൾ ഫോം ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നല്ല ഈ ഇലക്ട്രൽ കോമ്പറ്റീഷൻ എന്നാണ് കുറച്ച് ആൾക്കാർ പറയുന്നത്. വേറൊരു കാര്യം, സം ഗുഡ് പീപ്പിൾ ഹൂ മേ വിഷ് ടു സെർവ് ദ കൺട്രി ഡു നോട്ട് എൻ്റർ ദിസ് അറേന. They do not like the idea of being dragged into unhealthy competition. രണ്ടാമത്തെ കാര്യം എന്താ? ചില നല്ല ആൾക്കാർക്ക് ഇലക്ഷനിലോ അല്ലെങ്കിൽ ഈ പൊളിറ്റിക്സിലോട്ട് കയറണമെന്ന് ആഗ്രഹം കാണും. അതായത് രാജ്യത്തെ സേവിക്കാൻ വേണ്ടി രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും. പക്ഷേ അവർക്കൊരിക്കലും ഈ അൺഹെൽത്തി ആയിട്ടുള്ള ഇങ്ങനെയുള്ള കോമ്പറ്റീഷൻ്റെ പാർട്ടാകാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ട് രാജ്യത്തെ സേവിക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ പോലും എന്ത് ചെയ്യും? അവർ പുറകോട്ട് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്.
Our constitution makers were aware of these problems. Yet, they opted for free competition in elections as the way to select our future leaders. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുമെന്ന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെന്താ ചെയ്തിരിക്കുന്നത്? ഫ്രീ കോമ്പറ്റീഷൻ ഇൻ ഇലക്ഷൻസ് ആണ് അവർ പ്രിഫർ ചെയ്തിരിക്കുന്നത്. They did so because the system works better in the long run. In an ideal world, all political leaders know what is good for the people and are motivated only by a desire to serve them. ശരിക്കും ഐഡിയൽ ആയിട്ടുള്ളൊരു വേൾഡ് ആണെങ്കിൽ അത് അവിടെ എന്താണ് സംഭവിക്കുന്നത്? പൊളിറ്റിക്കൽ ലീഡേഴ്സിന് എന്തറിയാം? ജനങ്ങൾക്ക് എന്താണ് നല്ലത് വേണ്ടതെന്നല്ല, ജനങ്ങൾക്ക് നന്മയ്ക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്നറിയാം. അതുപോലെ തന്നെ ജനങ്ങളെ സേവിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ആൾക്കാരായിരിക്കും ഒരു ഐഡിയൽ വേൾഡിലുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സ് എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ ഈസ് നോട്ട് നെസസറി ഇൻ സച്ച് ആൻ ഐഡിയൽ വേൾഡ്. അപ്പം അങ്ങനെ ഒരു ഐഡിയൽ വേൾഡിൽ ശരിക്കും പറഞ്ഞ പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ വേണോ? ഒരിക്കലും വേണ്ട. കാരണം എന്താ? ആ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ആൾക്കാരല്ലേ, അതുകൊണ്ട്. ബട്ട് ദാറ്റ് ഈസ് നോട്ട് വാട്ട് ഹാപ്പൻസ് ഇൻ റിയൽ ലൈഫ്. പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഓൾ ഓവർ ദ വേൾഡ്, ലൈക്ക് ഓൾ അതർ പ്രൊഫഷണൽസ്, ആർ മോട്ടിവേറ്റഡ് ബൈ എ ഡിസയർ ടു അഡ്വാൻസ് ദെയർ പൊളിറ്റിക്കൽ കരിയേഴ്സ്. പക്ഷേ ശരിക്കും റിയൽ ലൈഫിൽ നടക്കുന്നത് അതാണോ? പൊളിറ്റിക്കൽ ലീഡേഴ്സ് എല്ലാവരും ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരാണോ? ഒരിക്കലുമല്ല. മറ്റുള്ള പ്രൊഫഷണൽസിൻ്റെ പോലെ തന്നെ ഇപ്പോൾ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ, അവർ ഏത് മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത് അതിൽ ഏറ്റവും ടോപ്പിൽ വരാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ കരിയറിൽ ഏറ്റവും നല്ല രീതിയിൽ ഉയർന്നു വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അല്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെ, അതായത് ഈ പ്രൊഫഷണൽസിൻ്റെ പോലെ തന്നെ പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ ആഗ്രഹം എന്താ? അവരുടെ കരിയറിൽ ഏറ്റവും ഉയർന്ന നിലയിൽ വരിക എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം, അല്ലാണ്ട് ജനങ്ങളെ സേവിക്കുക എന്നുള്ളത് മാത്രം അല്ല. They want to remain in power or get power and positions for themselves. അവരപ്പം അധികാരത്തിൽ തുടരുന്നതും അതോടൊപ്പം അധികാരം കയ്യിലാക്കുന്നതും അതുപോലെ അവർക്ക് കിട്ടുന്ന പൊസിഷൻസും ഒക്കെ എന്തിനു വേണ്ടി? അവർക്ക് വേണ്ടി തന്നെയാണ് ഇവരിതൊക്കെ ഏറ്റെടുക്കുന്നത്. They may wish to serve the people as well, but it is risky to depend entirely on their sense of duty. Besides, even when they wish to serve the people, they may not know what is required to do so. അപ്പോൾ ഇനി ചില ആൾക്കാർ വിചാരിക്കുക ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ സെർവ് ചെയ്തേക്കാന്ന് വിചാരിച്ചാൽ പോലും അവർക്ക് എന്നെ അറിയത്തില്ല, എന്താണ് ജനങ്ങൾക്ക് ആവശ്യമുള്ളതെന്ന് അവർക്ക് അറിയത്തില്ല. ഓർ ദെയർ ഐഡിയാസ് മേ നോട്ട് മാച്ച് വാട്ട് ദ പീപ്പിൾ റിയലി വാണ്ട്. അല്ലെങ്കിൽ അവരുടെ ഐഡിയാസും ജനങ്ങളുടെ ഐഡിയാസും തമ്മിൽ ചേർന്ന് പോകുന്നതല്ലായിരിക്കും. ഹൗ ഡു വി ഡീൽ വിത്ത് ദിസ് റിയൽ ലൈഫ് സിറ്റുവേഷൻ? One way is to try and improve the knowledge and character of political leaders. The other and more realistic way to set up a system where political leaders are rewarded for serving the people and punished for not doing so. അപ്പോൾ ഇങ്ങനെ ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻ വരുമ്പോൾ അതിനെ എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും? ഒന്നെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ, ഈ ലീഡേഴ്സിൻ്റെ ക്യാരക്ടർ അല്ലെ അവരുടെ നോളജ് ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട് ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ശരിക്കും റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു വേ ആണ്. അതെന്ന് പറയുന്നത് ഒരു നല്ല സിസ്റ്റം സെറ്റപ്പ് ചെയ്യുക. എന്തിനുള്ള സിസ്റ്റമാ? ഈ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ജനങ്ങളെ സെർവ് ചെയ്യുവാണെങ്കിൽ അവർക്ക് റിവാർഡ് കൊടുക്കുന്നു, ജനങ്ങളെ സെർവ് ചെയ്തില്ല എങ്കിൽ അവർക്ക് പണിഷ്മെന്റ് കൊടുക്കുന്നു. ഹൂ ഡിസൈഡ്സ് ദിസ് റിവാർഡ് ഓർ പണിഷ്മെന്റ്? അപ്പോൾ ആരാണ് ഈ പൊളിറ്റിക്കൽ ലീഡേഴ്സിന് ഈ റിവാർഡോ അല്ലെങ്കിൽ പണിഷ്മെന്റോ കൊടുക്കുന്നത്? ദ സിമ്പിൾ ആൻസർ ഈസ് ദ പീപ്പിൾ. ദിസ് ഈസ് വാട്ട് ഇലക്ട്രൽ കോമ്പറ്റീഷൻ ഡസ്. അപ്പോൾ ശരിക്കും ഈ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ജനങ്ങളെ സെർവ് ചെയ്താൽ റിവാർഡ് കൊടുക്കുന്നതും സെർവ് ചെയ്തില്ല എങ്കിൽ പണിഷ്മെന്റ് കൊടുക്കുന്നതും ആരാണ്? ജനങ്ങളാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇലക്ട്രൽ കോമ്പറ്റീഷൻ്റെ പോസിബിലിറ്റി വരുന്നത്. Regular electoral competition provides incentives to political parties and leaders. They know that if they raise issues that people want to be raised, their popularity and chances of victory will increase in the next elections. അപ്പം എങ്ങനെയാണ് ചെയ്യുന്നത്? റെഗുലർ ഇലക്ട്രൽ കോമ്പറ്റീഷൻ എന്താ കൊടുക്കുന്നത്? പൊളിറ്റിക്കൽ പാർട്ടി ലീഡേഴ്സിന് ഇൻസെൻറ്റീവ്സാണ് കൊടുക്കുന്നത്. എന്ത് ഇൻസെൻറ്റീവാണ് കൊടുക്കുന്നത്? ഇപ്പോൾ ആ പൊളിറ്റിക്കൽ പാർട്ടിയിലുള്ള ആൾക്കാർ ജനങ്ങൾ റേസ് ചെയ്യേണ്ട ഇഷ്യൂ എന്താണ്, അല്ലെങ്കിൽ ജനങ്ങളുടെ ഏതാവശ്യമാണ് ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ വെക്കേണ്ടതെന്ന് ജനങ്ങൾക്ക് ആഗ്രഹമുള്ള ആ ഇഷ്യൂസ് റേസ് ചെയ്താൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി, ജനങ്ങൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് ഇലക്ഷൻ വരുമ്പോഴത്തേന് അവർക്ക് റിവാർഡ് കൊടുക്കും. ഏത് വിധേനയാണ് റിവാർഡ് കൊടുക്കുന്നത്? അവരെ വോട്ട് ചെയ്ത് അവരെ ജയിപ്പിക്കും. അതായത് ഒന്നും കൂടെ മിസ് പറയാം,
ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടികളാണെങ്കിൽ ജനങ്ങൾ അവർക്ക് എന്ത് കൊടുക്കും? റിവാർഡ് കൊടുക്കും. ആ റിവാർഡ് എന്ന് പറയുന്നത് അടുത്ത ഇലക്ഷൻ വരുമ്പോഴായിരിക്കും കൊടുക്കുന്നത്, അല്ലെങ്കിൽ അടുത്ത 5 വർഷം കഴിയുമ്പോഴായിരിക്കും കൊടുക്കുന്നത്. എന്തായിരിക്കും? അവർ ജയിക്കും. ഏത് പൊളിറ്റിക്കൽ പാർട്ടികളാണ് ജനങ്ങൾക്ക് വേണ്ടി സെർവ് ചെയ്യുന്നത്, ആ പൊളിറ്റിക്കൽ പാർട്ടി ജയിക്കും. അങ്ങനെയാണ് ജനങ്ങൾ എന്ത് ചെയ്യുന്നത്? അവർക്ക് റിവാർഡ് കൊടുക്കുന്നത്. പക്ഷേ ജനങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടികൾ എന്ത് ചെയ്യത്തില്ല? അവരടുത്ത ഇലക്ഷന് വിൻ ചെയ്യത്തില്ല. അങ്ങനെയായിരിക്കും അവർക്ക് പണിഷ്മെന്റ് കിട്ടുന്നത്. So, if a political party is motivated only by desire to be in power, even then it will be forced to serve the people. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് പവറിൽ തന്നെ തുടരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ? ജനങ്ങളെ സേവിക്കാനായിട്ട് നിർബന്ധിതരാവും അവർ ചെയ്യുന്നത്. ചിലപ്പോൾ അവർക്ക് ഇഷ്ടമല്ലായിരിക്കും, എന്നാലും അവർ ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം എന്താ? അല്ലെങ്കിൽ അടുത്ത ഇലക്ഷൻ വരുമ്പോൾ അവർ തോറ്റുപോകും. ദിസ് ഈസ് എ ബിറ്റ് ലൈക്ക് ദ വേ മാർക്കറ്റ് വർക്ക്സ്. ഈവൻ ഇഫ് എ ഷോപ്കീപ്പർ ഈസ് interested only in his profit, he is forced to give good service to the customers. If he does not, the customer will go to some other shop. Similarly, political competition may cause divisions and some ugliness, but it finally helps to force political parties and leaders to serve the people. അപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്ന മാർക്കറ്റാണ്. ഒരു മാർക്കറ്റിലുള്ള ഒരു ഷോപ്പ് കീപ്പറിന് തീർച്ചയായിട്ടും അയാളുടെ പ്രോഫിറ്റ് വർദ്ധിപ്പിക്കുന്ന അയാൾ എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ? കസ്റ്റമേഴ്സിന് ഗുഡ് സർവീസ് കൊടുത്തേ പറ്റത്തുള്ളൂ. അയാൾ ഗുഡ് സർവീസ് അല്ല കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും? വേറെ കടകളിലേക്ക് പോകും അല്ലെ. അപ്പോൾ അയാൾക്ക് എന്ത് നഷ്ടപ്പെടും? പ്രോഫിറ്റ് നഷ്ടപ്പെടും. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ കോമ്പറ്റീഷൻ ഡിവിഷൻസ് ഉണ്ടാക്കാൻ കുറച്ച് അഗ്ലിനെസ് ഒക്കെ ഉണ്ട്. എന്നാലും ഫൈനലി ശരിക്കും പറഞ്ഞ് എന്ത് ചെയ്യണം? പൊളിറ്റിക്കൽ പാർട്ടീസും ലീഡേഴ്സും ജനങ്ങളെ സേവിച്ചേ പറ്റത്തുള്ളൂ. സേവിച്ചില്ലെങ്കിൽ എന്നാ പറ്റും? അവർ ഇലക്ഷനിൽ തോറ്റുപോകും. അതുകൊണ്ട് ജനങ്ങളെ സേവിക്കാനായിട്ട് പൊളിറ്റിക്കൽ പാർട്ടികളും ലീഡേഴ്സും നിർബന്ധിതരാവുകയാണ് ചെയ്യുന്നത്. അവർക്ക് നേട്ടം വേണമെങ്കിൽ തീർച്ചയായിട്ടും അവർ എന്നാ ചെയ്യണം? ജനങ്ങളെ സേവിക്കണം. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അവർ നെക്സ്റ്റ് ടോപ്പിക്, വാട്ട് ഈസ് അവർ സിസ്റ്റം ഓഫ് ഇലക്ഷൻസ്. ആസ് യു നോ, Lok Sabha and Vidhan Sabha elections are held regularly after every 5 years. After 5 years, the term of all the elected representatives comes to an end. The Lok Sabha or Vidhan Sabha stands dissolved. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങിയപ്പം ചൗധരി ദേവിലാലിൻ്റെ പഠിച്ചില്ലേ? അന്നേരം നമ്മൾ പഠിച്ചിരുന്നു ആ ചൗധരി ദേവിലാലിൻ്റെ ലോക്ദൾ എന്നുള്ളത് പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് നിലവിലുണ്ടായിരുന്ന കോൺഗ്രസ് ഗവൺമെൻറ് ഡിസോൾവ് ചെയ്ത് എന്നിട്ടാണ് എന്ത് ചെയ്തത്? ഗവർണർ ഇവരെ ഒരു പുതിയ ഗവൺമെൻറ് ഫോം ചെയ്യാനായിട്ട് ക്ഷണിച്ചതെന്നൊക്കെ പറഞ്ഞല്ലേ? എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ രാജ്യത്ത് ലോക്സഭയിലേക്കും അസംബ്ലിയിലേക്കും ഇലക്ഷൻസ് എല്ലാ 5 ഇയേഴ്സ് കൂടുമ്പോഴുമാണ് നടക്കുന്നത്. എന്നിട്ട് ഈ 5 ഇയേഴ്സ് കഴിയുമ്പോഴത്തേന് എല്ലാ ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെയും ടേം ഓഫ് പീരീഡ് എന്ന് പറയുന്നത് എൻഡ് ആവും. എന്നിട്ട് ഈ ലോക്സഭയും അല്ലെങ്കിൽ വിധാൻസഭയും എന്ത് ചെയ്യും? ഡിസോൾവ് ചെയ്യും, പിരിച്ചുവിടും. ഇലക്ഷൻസ് ആർ ഹെൽഡ് ഇൻ ഓൾ കോൺസ്റ്റിറ്റ്യുവൻസീസ് അറ്റ് ദ സെയിം ടൈം, എയ്തർ ഓൺ ദ സെയിം ഡേ ഓർ വിത്തിൻ എ ഫ്യൂ ഡേയ്സ്. ദിസ് ഈസ് കോൾഡ് എ ജനറൽ ഇലക്ഷൻ. 2 types of elections we want to study from this topic. First type of election, general election, and the second one is by-election. General election means the elections are held in all constituencies at the same time, either on the same day or within a few days. That type of elections are known as general election. അതായത് എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയിലും അല്ലെ നിയോജക മണ്ഡലങ്ങളിലും ഒന്നെങ്കിൽ സെയിം ടൈമിൽ, അല്ലെങ്കിൽ സെയിം ഡേയിൽ, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇലക്ഷൻ നടത്തുമ്പം അങ്ങനെയുള്ള ഇലക്ഷന് പറയുന്ന പേരാണെന്ത്? ജനറൽ ഇലക്ഷൻ. Sometimes election is held only for one constituency to fill the vacancy caused by death or resignation of a member. ചിലപ്പോൾ ചില MLA-മാരോ അല്ലെ MP-മാരോ ഒക്കെ മരണപ്പെട്ടാലോ അല്ലെങ്കിൽ അവർ റിസൈൻ ചെയ്താലോ എന്ത് ചെയ്യാറുണ്ട്? ചില കോൺസ്റ്റിറ്റ്യുവൻസികളിൽ മാത്രമായിട്ട് ഇലക്ഷൻസ് നടത്താറുണ്ട്. ദിസ് ഈസ് കോൾഡ് എ ബൈ ഇലക്ഷൻ. ഇപ്പോൾ 2 ടൈപ്പ് ഓഫ് ഇലക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരേ സമയമോ ഒരേ ദിവസമോ അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിലോ രാജ്യം മൊത്തമായിട്ട് നടത്തുന്ന ഇലക്ഷനെ പറയുന്ന പേര് ജനറൽ ഇലക്ഷൻ. ഏതെങ്കിലും ഒരു MLA-യോ MP-യോ മരണപ്പെട്ടാലോ അല്ലെങ്കിൽ അവർ റിസൈൻ ചെയ്താലോ ഒരു പർട്ടിക്കുലർ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മാത്രം നടത്തുന്ന ഇലക്ഷൻ എന്ന് പറയുന്നത് ബൈ ഇലക്ഷൻ. ഇലക്ട്രൽ കോൺസ്റ്റിറ്റ്യുവൻസീസ്. In our country we follow an area-based system of representation. The country is divided into different areas for purposes of elections.
These areas are called electoral constituencies. ഇത് മിസ് നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നതാ. നമ്മുടെ രാജ്യത്തെ ഇലക്ഷൻ പർപ്പസിന് വേണ്ടി പല ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഏരിയാസിനെ പറയുന്ന പേരാണ് ഇലക്ടറൽ കോൺസ്റ്റിറ്റ്യുവൻസീസ് എന്നാണ് പറയുന്നത്, അതായത് നിയോജക മണ്ഡലങ്ങൾ അല്ലേ. ദ വോട്ടേഴ്സ് ഹു ലീവ് ഇൻ ആൻ ഏരിയ ഇലക്ട് വൺ റെപ്രസെൻറ്റേറ്റീവ്സ്. അപ്പോൾ ഓരോ ഏരിയയിലും ഉള്ള ആൾക്കാർ എന്നാ ചെയ്യും, ഒരു റെപ്രസെൻറ്റേറ്റീവിനെ തിരഞ്ഞെടുക്കും അല്ലേ. ഫോർ ലോക്സഭ ഇലക്ഷൻസ് ദ കൺട്രി ഈസ് ഡിവൈഡഡ് ഇൻ ടു 543 കോൺസ്റ്റിറ്റ്യുവൻസീസ്. The representative elected from each constituency is called a member of parliament or an MP. ഇപ്പോൾ ലോക്സഭ ഇലക്ഷൻ വരുമ്പോഴത്തേനും നമ്മുടെ രാജ്യത്തെ 543 കോൺസ്റ്റിറ്റ്യുവൻസീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓരോ കോൺസ്റ്റിറ്റ്യുവൻസീസും ഓരോ മെമ്പറിനെ ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നു, ഓരോ റെപ്രസെൻറ്റേറ്റീവിനെ തിരഞ്ഞെടുക്കുന്നു. ആൻഡ് ദാറ്റ് റെപ്രസെൻറ്റേറ്റീവ് നോൺ ആസ് മെമ്പർ ഓഫ് പാർലമെന്റ് ഓർ ആൻ MP. ലോക്സഭ ഇലക്ഷന്റെ കാര്യം വരുമ്പോഴേത് വൺ ഓഫ് ദ ഫീച്ചേഴ്സ് ഓഫ് എ ഡെമോക്രാറ്റിക് ഇലക്ഷൻ ഈസ് ദാറ്റ് എവറി വോട്ട് ഷുഡ് ഹാവ് ഈക്വൽ value. That is why our constitution requires that each constituency should have a roughly equal population living within it. അപ്പോൾ ഒരു ഡെമോക്രാറ്റിക് ഇലക്ഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് എന്നതാ എവറി വോട്ട് ഷുഡ് ഹാവ് ഈക്വൽ വാല്യൂ എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ റിക്വയർ ചെയ്യുന്നത് ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിലും ഒരു റഫ്ലി ഈക്വൽ പോപ്പുലേഷൻ ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അതായത് പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യത്ത് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ കോൺസ്റ്റിറ്റ്യുവൻസികളെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, എല്ലായിടത്തും ഈക്വൽ ആയിട്ട് വരാൻ. Similarly, each state is divided into a specific number of assembly constituencies. ഈ ലോക്സഭ ഇലക്ഷന് 543 കോൺസ്റ്റിറ്റ്യുവൻസി ആയിട്ട് നമ്മുടെ രാജ്യത്തെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് പോലെ തന്നെ ഓരോ സ്റ്റേറ്റിനെ സ്പെസിഫിക് നമ്പർ ഓഫ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസികളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അതായത് അസംബ്ലി നിയോജക മണ്ഡലങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻ ദിസ് കേസ് ദ ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ് ഈസ് കോൾഡ് ദ member of legislative assembly or an MLA. Each parliamentary constituency has within it several assembly constituencies. അപ്പോൾ ഓരോ പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസിക്കും, അതായത് ആ 543 കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ 543 കോൺസ്റ്റിറ്റ്യുവൻസികളിലും കുറേ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസികളും കാണും. മനസ്സിലായോ? ആ 543 നിയോജക മണ്ഡലങ്ങളിലും എന്ത് കാണും, കുറേ ഓരോന്നിലും കുറേ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസികളും കാണും. കാരണം സ്റ്റേറ്റുകളെ വീണ്ടും ഡിവൈഡ് ചെയ്തിരിക്കുമല്ലേ. ദ സെയിം പ്രിൻസിപ്പിൾ അപ്ലൈസ് ഫോർ പഞ്ചായത്ത് ആൻഡ് മുനിസിപ്പൽ ഇലക്ഷൻസ്. Each village or town is divided into several wards that are like constituencies. Each ward elects one member of the village or the urban local body. അതുപോലെ തന്നെ പഞ്ചായത്ത് ഇലക്ഷനിലും ഇതേ സംഭവം നടക്കുന്നത്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സമയത്താണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നത്. എന്നാണെന്നറിയാവോ, ഇപ്പോഴത്തെ ലോക്കൽ സെൽഫ് ഗവൺമെന്റിലേക്കുള്ള ഇലക്ഷൻ നടക്കാൻ പോവുക, മുനിസിപ്പാലിറ്റി പഞ്ചായത്തിലോട്ടൊക്കെ ഇലക്ഷൻ നടക്കാൻ പോവില്ലേ. അപ്പം നിങ്ങൾ പത്രങ്ങളിലും TV വാർത്തകളൊക്കെ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ പ്രാവർത്തികമാകുന്ന രീതികൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. അപ്പോൾ ഈ വില്ലേജ് പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോഴത്തേന് എന്നാ സംഭവിക്കുന്നത്, ഈ ഓരോ വില്ലേജിനെയും ടൗണിനെ സെവറൽ വാർഡുകളായിട്ട് തിരിക്കുക, അതായത് ഈ കോൺസ്റ്റിറ്റ്യുവൻസി പോലെ തന്നെ. എന്നിട്ട് ഈച്ച് വാർഡ് ഇലക്ട് വൺ മെമ്പർ ഓഫ് ദ വില്ലേജ് ഓർ ദ അർബൻ ലോക്കൽ ബോഡി. എന്നിട്ട് ഓരോ വാർഡിൽ നിന്നും, പഞ്ചായത്തിൽ നിന്നാണ്, ഓരോ വാർഡിൽ നിന്നും ഓരോ പഞ്ചായത്ത് മെമ്പറിനെ തിരഞ്ഞെടുക്കും അല്ലെ. നിങ്ങൾ പഞ്ചെന്നൊക്കെ പറഞ്ഞ് ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടല്ലേ. അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ ഓരോ മുനിസിപ്പൽ വാർഡിൽ നിന്നും ഓരോ കൗൺസിലർമാരെ തിരഞ്ഞെടുക്കും ഇല്ലേ. സംടൈംസ് ദീസ് കോൺസ്റ്റിറ്റ്യുവൻസീസ് ആർ കൗണ്ടഡ് ആസ് സീറ്റ്സ്. ഫോർ ഈച്ച് കോൺസ്റ്റിറ്റ്യുവൻസി റെപ്രസെന്റ് 1 seat in the assembly. അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യുവൻസികളെ ചിലപ്പോൾ സീറ്റ് എന്നാണ് പറയുന്നത്. അത് നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചു കാണും. നമ്മളിപ്പം ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ലോക്ദൾ 60 സീറ്റ്സ് ഹരിയാനയിൽ കിട്ടിയെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നതാ, ഇറ്റ് മീൻസ് ദാറ്റ് കാൻഡിഡേറ്റ്സ് ഓഫ് ലോക്ദൾ വോൺ ഇൻ 60 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസീസ് ഇൻ ദ സ്റ്റേറ്റ് ആൻഡ് ദസ് ലോക്ദൾ ഹാഡ് 60 MLAs ഇൻ ദ സ്റ്റേറ്റ് അസംബ്ലി. അതിൻ്റെ അർത്ഥം എന്തുവാ, 60 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസികളിൽ ലോക്ദളാണ് ജയിച്ചത്. അതോടൊപ്പം തന്നെ പറയാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്, ലോക്ദളിന് 60 MLAമാരുണ്ടെന്ന് പറയാൻ പറ്റും. കാരണം ആ 60 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് ഓരോ റെപ്രസെൻറ്റേറ്റീവ്സിന് ലോക്ദളിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര MLAമാരായി അവർക്ക്, 60 MLAമാരായില്ലേ. അതപ്പോൾ പറയാൻ പറ്റും.